ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 10-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം മുതൽ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രാഹ്മണ ഉവാച ത്വയോദിതം വ്യക്തം ആവിപ്രലബ്ധം ഭർത്തുസമേ സ്യാദ് യദി വീരഭാരഃ ഗന്ധുര്യതി സ്യാദധിഗമ്യാം അധ്വാ പീവേദിരാസോ നവിതാം പ്രവാദഃ. വീര, അല്ലയോ ശൂരനായ വീരനായവനെ, ത്വയാ ഉദിതം, അങ്ങയാൽ പറയപ്പെട്ടത്, വ്യക്തം അവിപ്രലബ്ധം. അവിപ്രലബ്ധം വളരെയധികം സത്യസന്ധമാണ്. അതുപോലെ തന്നെ ഒട്ടും തന്നെ ചതിക്കപ്പെടുന്ന വാക്കുകളൊന്നുമല്ല, ശരിയായ വാക്കുകളാണ് അങ്ങ് പറഞ്ഞത്. ഭർത്തു, അതായത് ഭരിക്കുന്നവൻ, ഭാര യതിസ്യാത്, ഭാരമുണ്ടാകുമെങ്കിൽ, സമേ യതിസ്യാത്, അത് എനിക്കായിരിക്കുമെങ്കിൽ, ഗന്ധു ഗമിക്കുന്നവനും, അധിഗമ്യം, അധിഗമ്യം എന്നുള്ള വാക്ക് അവിടെ വേണ്ടത്, പ്രാപിക്കത്തക്കതായിട്ട്, അധ്വാ യതിസ്യാത്, ആ മാർഗം ഭവിക്കുന്നുവെങ്കിൽ, പീവ, ഈ തടിച്ചവൻ, എന്നത് രാശൗ, ആ സംഘാതത്തിൽ, വിദാം പ്രവാദ, അറിഞ്ഞവരുടെ സംസാരമല്ല. ഒന്നും മനസ്സിലായില്ല നമുക്ക്. നമുക്കതൊന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം. ത്വയോ, ഈ വാക്കുകളൊക്കെ ഇങ്ങനെയാണ്. അത് ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ രാജൻ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വ്യക്തം അവിപ്രലബ്ധം, സത്യവും അങ്ങനെ പറഞ്ഞത് വളരെ സത്യമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം കളിയാക്കിയാണ് പറഞ്ഞത്. പക്ഷേ ഈ ആൾ ഭരതൻ ആദ്യമായിട്ട്, ഈ ജഡഭരതൻ ആദ്യമായിട്ട് വാ തുറന്ന് സംസാരിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഈ ലോകവുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഈ ജന്മത്തിലെങ്കിലും തനിക്ക് മോക്ഷം വേണമെന്നുള്ള ആ ഇച്ഛയോടുകൂടി മോക്ഷേച്ഛുവായ അദ്ദേഹം മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണ്. അപ്പോൾ ഇപ്പം പറയാൻ സമയമായി. കാരണം സത്യമായിട്ടുള്ള ഒരാളെ കളിയാക്കിയ രൂപേണയാണെങ്കിലും പറഞ്ഞു, തടിച്ചവനാണ്, തീരെ മേല നിനക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയില്ലേ. അപ്പോൾ അദ്ദേഹം പറയുക, ഈ ഭരിക്കുന്നയാളിന് ഭാര യതിസ്യാത്, ഭാരം ഉണ്ടാകുമെങ്കിൽ, സമേ യതിസ്യാത്, അത് എനിക്കായിരിക്കുമെങ്കിൽ, എനിക്ക് ഗമിക്കുന്നവനും പ്രാപിക്കത്തക്കതായിട്ട് ആ മാർഗം മാർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നെങ്കിൽ, ആ തടിച്ചവൻ എന്നത് അറിഞ്ഞവരുടെ സംസാരമല്ല, എന്നുവെച്ചാൽ മനസ്സിലാക്കിയവരുടെ രീതിയല്ല എന്നാണ് ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അത് ശരിക്കുമുള്ള ആ കാമ്പായിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. വഹിക്കുന്ന ആളിന് ഭാരം എനിക്കാണെങ്കിൽ മാത്രമേ ക്ഷീണം ഉണ്ടാകുന്ന കാര്യം വരുന്നുള്ളൂ. അത് എനിക്കല്ല. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരമാണോ അതോ ജഡമായ ശരീരം വഹിക്കുന്നു എന്നാണോ? ഏത് ഭാവമാണ് അങ്ങ് പറയുന്നത്? അങ്ങയുടെ ശരീരം, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ശരീരം എന്ന്, തടിച്ചതാണെങ്കിലും ക്ഷീണിച്ചതാണെങ്കിലും ഒരു ശരീരം, അത് ഭാരമുണ്ടെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലല്ലേ ഇത് പ്രശ്നമുള്ളൂ. എനിക്കും ഭാരമില്ല, അങ്ങയുടെ ശരീരത്തിനും ഭാരമില്ല. എന്തുകൊണ്ടാണ്? ശരീരം ഞാനല്ല, ഞാനാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക്, ഞാൻ എൻ്റെ ശരീരമാണെന്ന്, ഞാനാണ് ചെയ്യുന്നതെന്നല്ല, ഞാൻ ഈ ശരീരമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് വഹിക്കുന്നവനും വഹിക്കപ്പെടുന്നവനും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു അവസ്ഥ അല്ലാത്ത ആളിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ലല്ലോ. ഞാൻ അങ്ങനെ ഒരാളാണ് എന്നാണ് ചുരുക്കം പറഞ്ഞത്. അത്രയേ ഉള്ളൂ. സഞ്ചരിക്കുന്നവൻ ഞാനാണെങ്കിലും മാത്രമേ സഞ്ചാരമുള്ളൂ. സഞ്ചരിക്കുന്നത് ഞാനല്ല, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരമല്ല, എൻ്റെ ആത്മാവാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് ഞാൻ വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് എനിക്കിതിനകത്ത് ബന്ധമില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ വാക്യത്തിൻ്റെ അർത്ഥം, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അത്രയും മനസ്സിലായാൽ നമ്മൾ അത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. അത് കളിയാക്കാനോ പരിഹസിക്കാനോ വഞ്ചിക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. എന്നെ കളിയാക്കാനൊന്നും പറഞ്ഞതല്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അത് ഞാൻ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ തടിച്ചവനാണ്. ക്ഷീണിക്കുന്നതും ക്ഷീണം ഉള്ളതും നടക്കുവാൻ അവകാശമുണ്ടെങ്കിൽ മാത്രമേ ക്ഷീണിക്കുകയും നടക്കുകയും ചെയ്യുന്നുള്ളൂ, അല്ലേ? നടക്കാൻ അവകാശമുണ്ടെങ്കിൽ, അതില്ലാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമില്ല. എനിക്കെന്ന് പറയുന്നത് ഇവിടെ എൻ്റെ ശരീരമല്ല, എൻ്റെ ആത്മാവാണ്. ആത്മാവിന് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല, സഞ്ചരിക്കുന്നുമില്ല. അത് എപ്പോഴും ഉള്ളത്, എവിടെയും ഉള്ളതാണ്. ആ
വഴിയിലാണ് ചിന്ത പോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ദൂരം ഞാൻ അറിയുന്നതേയില്ല. ദൂരം എത്രയാണെന്നോ എനിക്കറിയണ്ട. ഞാൻ തടിയനാണെന്നോ അത് പറഞ്ഞ കാര്യം അത് ശരീരത്തിൻ്റെ മാത്രം പുഷ്ടിയും ഒക്കെയാണ്. എൻ്റെ ശരീരം ആത്മാവായിട്ട് വിചാരിക്കുന്നവന് ഇതൊന്നും പ്രശ്നമല്ല. ഞാൻ എൻ്റെ ശരീരത്തിനെ എൻ്റെ ശരീരം അല്ല, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണെന്ന് ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഞാൻ വഹിക്കുന്നെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഞാൻ നടക്കുന്നത് പെട്ടെന്നാണെന്ന് അങ്ങും അസൗകര്യം ഉണ്ടാക്കുന്നതായിട്ട് അങ്ങും ധരിക്കേണ്ടെന്ന് വെച്ചാൽ അങ്ങയുടെ ശരീരമാണ് ഞാൻ വഹിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങക്ക് ശരീരം ഉള്ളത് കൊണ്ട് വഹിച്ചുകൊണ്ട് പോകുന്നു. അങ്ങ് അത് വിശ്വസിക്കുന്നു ശരീരമാണ് ഞാനെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരീരമല്ല ആത്മാവാണ് ഞാനെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഈ ശരീരത്തിന് ഏൽക്കുന്ന ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും തിരുത്താനുള്ളതൊന്നുമില്ല. ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം ഭർത്തുസമേ സ്യാത് യതി വീരഭാരഃ ഗന്ധുർയതി സ്യാത് അധിഗമ്യമധ്വാ പീവേതി രാശൗ ന വിദാം പ്രവാദഃ. 11 സ്ഥൗല്യം കാർസ്യം വാ വ്യാധയാധയശ്ച ക്ഷുത്രിഡ്ഭയം കരിരിച്ഛാജരാച നിദ്രാരതിർമന്യുരഹം മദശുചോ ദേഹേന ജാതസ്യ ഹി മേന സന്തി. സ്ഥൗല്യം എന്ന് പറഞ്ഞാൽ സ്ഥൂലത, വണ്ണം വെച്ച. കാർസ്യം കൃശഗാത്രം എന്ന് പറയില്ലേ, അതാണ് കാർസ്യമായത്. വ്യാധയ രോഗങ്ങൾ, വ്യാധിയാധി എന്നൊക്കെ പറയുന്നത്. വ്യാധിയാധിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ഷുത്ത് വിശപ്പ്, ക്ഷുത്രിഡ് എന്ന് വെച്ചാൽ ത്രിഡ് ദാഹം, ഭയം പേടി, കലിഹി കലഹം, ഇച്ഛ ആഗ്രഹം, ജരാചാന്നുണ്ട് ജരയും, നിദ്ര ഉറക്കം, രതി സന്തോഷം, മന്യു ദേഷ്യം, അഹം അഹങ്കാരം, മത ഗർവം, ശുച ദുഃഖം, ദേഹേന ദേഹത്തോടു കൂടി, ജാതസ്യ സന്ധി ജീവിച്ചവനുണ്ട്, മേ ന സന്ധി എനിക്കില്ല. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് ധരിക്കുന്നവന് ഇതൊക്കെ ദുഃഖമാണ്. പക്ഷേ എനിക്ക് ആ ദുഃഖമില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഞാൻ ഈ ശരീരവുമല്ല. പിന്നെ തീർന്നില്ലേ? ഒന്നുകൂടെ സ്പഷ്ടമാക്കിയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യത്തെ നമുക്കൊന്നും മനസ്സിലാകില്ല, രണ്ടാമത്തെ ഇച്ചിരിയും കൂടെ മനസ്സിലാകും. എന്താ? ശരീരത്തിൻ്റെ തടിച്ച ശരീരപ്രകൃതം, അതുപോലെ ക്ഷീണമാണെങ്കിൽ തടിച്ചതല്ലാത്ത പ്രകൃതം, കൃശഗാത്രനാണെങ്കിൽ അങ്ങനെ, പിന്നെ രോഗമുണ്ടെങ്കിൽ അങ്ങനെ, മനക്ലേശങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, വിശപ്പോ ദാഹമോ പേടിയോ വർദ്ധിച്ച ആഗ്രഹങ്ങളോ, അതുപോലെ വാർദ്ധക്യമോ ഉറക്കമോ സന്തോഷമായിട്ടുള്ള രതിസുഖമോ ദേഷ്യമോ അഹംഭാവമോ, ഇതൊക്കെ പലതരം ക്ലേശങ്ങൾ ദേഹത്തോടുകൂടി ജനിച്ചവനാരോ അവനുണ്ട്. ദേഹത്തോടുകൂടി ജനിച്ചവൻ, നമ്മളൊക്കെ ദേഹികളല്ല, ദേഹത്തോടുകൂടി ജനിച്ചവരാണ് നമ്മൾ വിചാരിക്കുന്നത്. ദേഹത്തിൽ അഭിമാനിക്കുന്നവൻ, ദേഹം ഞാനാണ് എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ ഈ വക ബാധകളൊക്കെ ഉണ്ടാകൂ. ദേഹത്തോടുകൂടി ജനിക്കാത്തവന് ദേഹത്തോടുകൂടി മരിക്കുന്നുമില്ല. അപ്പം ഞാൻ മരിക്കുന്നുമില്ല. മരിക്കാത്തവനുമായി എനിക്ക് ഈ ഒന്നുമല്ല. ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. 12 ജീവൻ മൃതത്വം നിയമേന രാജൻ ആദ്യന്തവിദ്യത് വികൃതസ്യ ദൃഷ്ടം സ്വസ്വാമ്യഭാവോ ധ്രുവൈഡ്യയത്ര തർഹ്യച്യുതേ സൗ വിധികൃത്യ യോഗഃ. ആദ്യന്തവത് യത്, അത് ആദിയും അന്തവും ഉള്ളത് യാതൊന്നാണോ. വികൃതസ്യ, വികാരപ്പെടുന്ന ആ വസ്തുവിന്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വസ്തുവിന് ജീവൻ മൃതത്വം, ജീവിച്ചിരിക്കലും മരണവും നിയമേന ദൃഷ്ടം, എങ്ങും എപ്പോഴും കാണുന്നുണ്ട്, ഇല്ല എപ്പോഴും ഉണ്ടത് എന്നുമുള്ള നില എത്ര. ഹേ ഈഡ്യേ, പൂജ്യ, ഹേ ഈഡ്യ, ഹേ പൂജ്യ, പൂജിക്കാൻ തക്കവനെ, സ്വസ്വാമ്യഭാവ, സ്വം എന്നും സാമ്യം എന്നുമുള്ള നില, യാതൊന്നിൽ എത്ര, യാതൊന്നിൽ ധ്രുവീകരിക്കാത്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തത്, തർഹി എന്നാൽ അതിൽ, അസൗ വിധികൃത്യ യോഗ, കൽപ്പനയെന്നും കർമ്മമെന്നുമുള്ള രണ്ടിൻ്റെ ചേർച്ച എന്ന് ഉച്യതേ പറയുന്നു. തർഹി ഉച്യതേ
ഉച്യതേ എന്നാ വാക്ക് കേട്ടോ, അച്യുതയല്ല. തർഹി ഉച്യതേ. തർഹി എന്നാൽ തർഹി ഉച്യതേ. അല്ലയോ രാജാവേ, നീ ജീവിച്ചു മരിക്കുന്നവനാണോ എന്നുള്ള അങ്ങയുടെ ചോദ്യം പ്രദക്ഷിണം വികാരത്തെ അടയുന്ന വസ്തു യാതൊന്നും അതിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും തെറ്റായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ജീവൻ മൃതത്വം എന്ന് വെച്ചാൽ ജനിക്കുക മരിക്കുക എന്നത് തന്നെ. സ്വാമിയായ അങ്ങയുടെ കൽപ്പനയെ ഞാൻ ധിക്കരിക്കുന്നുവെന്നാണല്ലോ വേറൊരു ആക്ഷേപം ഉണ്ടായത്. ഞാൻ സ്വാമിയാണ്, ഞാൻ പറയുന്നത് നീ അനുസരിക്കുക, ഞാൻ നിൻ്റെ യജമാനനാണ്, അത് നീ ഭൃത്യനായിട്ട് നീ അനുസരിക്കുക എന്നല്ലേ പറഞ്ഞത്. സ്വാമി എന്നും ഭൃത്യനെന്നുമുള്ള നില എവിടെയാ, ഏത് സ്ഥാനത്തിൽ എന്ന് നിലനിൽക്കുമോ ആ സ്ഥാനത്തിൽ സ്വാമിയുടെ കൽപ്പനയും ഭൃത്യൻ്റെ കർമ്മവും നിലനിൽക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതെ, സ്വാമിയാകുന്ന ആൾ ചിലപ്പോൾ ഭൃത്യനാകാൻ അധികം നേരം വേണ്ട. അതായി പറഞ്ഞതിൻ്റെ ചുരുക്കം. ഭൃത്യനുമായി എന്നുള്ളത് എപ്പം വരെ നിലനിൽക്കും? എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ശരിയല്ലേ പറഞ്ഞത്? എപ്പോഴും നമ്മൾ സ്വാമിയായിട്ടും കുറേ നാൾ അത് കഴിയുമ്പം എല്ലാപ്പോഴും നമ്മൾ സ്വാമിയായിട്ടിരിക്കാറുണ്ടോ? സ്വാമി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. എപ്പോഴും നമ്മൾ ഭരിക്കുന്നവനായിട്ടിരിക്കാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഭരിക്കപ്പെടുന്നവനുമാകൂല്ലേ. ഒരു വീട്ടിലെ ഗൃഹനാഥൻ, അവിടുത്തെ ഭർത്താവ് ഭരിക്കുന്നവനാണ്, ആ വീട് ഭരിക്കുന്നവനാണ്. അദ്ദേഹം ഓഫീസിൽ ചെന്നാലോ ആ ഓഫീസിലെ ഭരണാധികാരി വേറെയാണ്. അപ്പോൾ ഈ ആളാരായി? അവിടെ ഭൃത്യനായി ഇല്ലേ? പക്ഷേ വീട്ടിൽ അദ്ദേഹം യജമാനനാണ്. അത്രയേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടി. അതുകൊണ്ട് എപ്പോഴാണ് രാജാവായാൽ എന്നിൽ അങ്ങ് ആരോപിച്ച ഭൃത്യത്വവും നശിച്ചു. ഞാൻ രാജാവായി കഴിയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാലാന്തരത്താൽ ഞാൻ രാജാവായാൽ അങ്ങ് ഭൃത്യനാകുമല്ലേ? അപ്പോൾ പിന്നെ അത് ഒരു സ്ഥിരമായ പ്രശ്നമൊന്നും അല്ലല്ലോ ഈ ഭൃത്യനും രാജാവുമാകുക എന്നുള്ളത്. ഇത്ര ചഞ്ചലമായിരിക്കുന്ന സ്ഥിതിയെ ആശ്രയിച്ച് നിൽക്കുന്ന സ്വാമി ഭൃത്യ സംബന്ധം ഒന്നും സ്ഥിരമല്ലല്ലോ. ആ അസ്ഥിരത്തെ സ്ഥിരത്വേന അറിവുള്ളവൻ കാണുകയില്ലെന്ന് സാരം. കാരണം ഇത് മനസ്സിലാക്കുന്ന സാധാരണ എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകും അല്ലേ? നമ്മളെപ്പോഴും സ്വാമിയായിട്ടും യജമാനനായിട്ട് തന്നെ നമ്മൾ ജീവിതം മുഴുവൻ ഇരിക്കണമെന്നില്ല. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഭൃത്യഭാവം കൈക്കൊള്ളാറുണ്ട്. എന്നുവെച്ചാൽ സ്വാമി യജമാനൻ വേറെ, നമ്മൾ യജമാനനായിരിക്കുന്നിടത്ത് നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നമ്മൾ വേറെ ഇടത്ത് ചെന്ന് വിടുമ്പോൾ നമ്മളവിടെ യജമാനനല്ലാതാകുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ ഭൃത്യനാകും. അപ്പം നമ്മൾ ഭൃത്യഭാവം കൈക്കൊള്ളും. അങ്ങനെയാണല്ലോ. അത് നിങ്ങൾക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാം. വീട്ടിൽ പറയുന്ന പോലെ തന്നെ വീട്ടിലെ ഒരു സ്ത്രീ, ഒരു അംഗം, കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ പല അംഗങ്ങളുണ്ടല്ലോ. അതിനകത്ത് ഒരംഗം വീട്ടിലെ മുത്തശ്ശനോ അല്ലെങ്കിൽ ആരെങ്കിലും ഭരിക്കുന്ന ആളാരാണോ, അമ്മാവനോ ആരാറ്റിലെ അച്ഛനോ അവരുടെ കീഴിലുള്ള ഒരാളായിട്ട് നിന്ന് വളരെ സൗമ്യമായിട്ടൊരു സ്ത്രീ വളരെ ഇതായിട്ട് ആ ആളിനെ കണ്ട് ഒക്കെ പോകുന്ന ആ ആൾ ഈ പറഞ്ഞ സ്ത്രീയെ ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ് എന്നിരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ അവരാരാ? ഈ ഭൃത്യഭാവം അവിടെ ഉണ്ടോ? ഇല്ല. അവിടെ അവരാരായി? യജമാനത്തെയായി അല്ലേ? അവിടുത്തെ സ്വാമിയായി, അവിടുത്തെ യജമാനത്തെയായി, അവിടുത്തെ ഭരണകർത്താവായി. അവിടെ ഭരിക്കപ്പെടുന്നത് വേറെ കുറേ പേരാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വലിയ സംഘത്തെ ഭരിക്കുന്നവരായി അവർ ആ സ്ഥലം മാറിയപ്പോൾ വീട്ടിലവർ ചെറിയൊരു ആൾക്കാരുടെ ഒരു 4-5 ആൾക്കാരുടെ ഇടയിലെ ഒരാൾ മാത്രമായി അവിടുത്തെ ഒരു ഭൃത്യയായിരുന്നു. അവിടുത്തെ സ്വാമി വേറെയാണ്, അവിടുത്തെ യജമാനൻ വേറെയാണ്. അപ്പോൾ അവർ ഭൃത്യഭാവം വീട്ടിലും സ്വാമിഭാവം യജമാനഭാവം സ്കൂളിലും വഹിക്കുന്നു. അപ്പോൾ രണ്ടും വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു സ്ഥിരമായ കാര്യമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല എന്നാണ് ഭരതൻ പറഞ്ഞത്. ശരിയല്ലേ? വിശേഷബുദ്ധേർ വിവരം മനാക്ച പശ്യാമയെന്ന വ്യവഹാരതോന്യത് ക ഈശ്വരസ്തത്ര കിമീശിതവ്യം തഥാപി രാജൻ കരവാമകിം തേ. അല്ലേ വിശേഷബുദ്ധിയുള്ള ആളെ എന്നാണ് വിളിക്കുന്നത്. ഈ രഘുഗണനെ, രഘുഗണൻ എന്ന് പറഞ്ഞ രാജാവിനെ. വിവരം വ്യവഹാരത, അന്യത് വ്യവഹാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, മനാക് ച ന പശ്യാമ
അല്പവും ഞങ്ങൾ കാണുന്നില്ല. തത്ര അതിൽ ഈശ്വരനാര് ഈശിതവ്യം കിം ശാസിക്കപ്പെട്ടത് തക്കതായിട്ട് എന്താണുള്ളത്. തഥാപി എങ്കിലും അല്ലയോ രാജൻ, കിം തേ കരവാമ അങ്ങയ്ക്ക് എന്ത് ചെയ്യണമോ അത് ഞങ്ങൾ ചെയ്യാം. അങ്ങ് രാജാവ്, ഞാൻ ഭൃത്യൻ, അതാ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളൊരു വിശേഷ ഭാവനയ്ക്ക് ലോക വ്യവഹാരം മാത്രമല്ല, അന്യമായിട്ട് യാതൊരു സംഗതിയും ഞങ്ങൾ ലോക സ്വഭാവം അറിഞ്ഞവർ കാണുന്നില്ല. ലോകത്തിൻ്റെ മൊത്ത സ്വഭാവം അറിഞ്ഞവർ ഇങ്ങനെ ഈ വിശേഷ ഭാവനയ്ക്ക് ലോകത്തിലെ വ്യവഹാരം മാത്രമല്ല വേറെ ഒരു സംഗതിയെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കാണുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞ ഇവിടെ ആത്മതത്വം അറിഞ്ഞവർ എല്ലാം സർവ്വ ലോകങ്ങളിലും ചരാചരങ്ങളിലും ഏകമായിരിക്കുന്ന ആ സത്യാവസ്ഥയിൽ സ്വാമി ആര്, ഭൃത്യനാര്? അതാണ് ചോദ്യം. മുമ്പേ ചോദിച്ചു തന്നെ. ഇത് രണ്ടും വെറും കൽപ്പിതമാണ്. സ്വാമി എന്നും ഭൃത്യനെന്നുമുള്ള ഭാവം കൽപ്പിതമാണ്. എന്നാലും ലോക വ്യവഹാര ദശയനുസരിച്ച് അങ്ങ് രാജാവും ഞാൻ ഭൃത്യനുമാണല്ലോ ഇപ്പം എന്നാണ് അഭിപ്രായമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്തു തരാം. അങ്ങ് രാജാവും ഭൃത്യനുമാണെന്ന് സാധാരണ വ്യവഹാരത്തിൽ പറയുന്നു. മറ്റേത് വേദാന്തമായിട്ടാണ് പറയുന്നത്. സാധാരണ വ്യവഹാരത്തിൽ പറയുന്നെങ്കിൽ ഞാൻ ഭൃത്യനുമാണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പറയാം. 14 ഉന്മത്തമത്ത ജഡവസ്വസംസ്ഥാം ഗതസ്യ മേ വീരചികിത്സിതേന അർദ്ധക്കിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധ എന്ന് തന്നെയാവാം. പറയണം. സ്തബ്ധപ്രമത്തസ്യ ച പിഷ്ടപേഷഃ. സ്തബ്ധപ്രമത്തസ്യ സ്തബ്ധനും സ്തബ്ധനായി നിന്നുപോയെന്ന് പറയരുത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്ന ആ പ്രമത്തനുമായവന് ഭവിതാ ശിക്ഷിതേന ഭഗവാനാൽ ചെയ്യപ്പെടുന്ന ശിക്ഷാവ്യാപാരത്താൽ പിഷ്ടപേഷ എന്ന് വെച്ചാൽ പിഷ്ടം എന്ന് പറഞ്ഞാൽ അരച്ചതിനെ തന്നെ വീണ്ടും അരയ്ക്കുന്നത്, ചവച്ചത് തന്നെ ചർവിത ചർവണമെന്ന് പറയുന്നത്. അരച്ചതിനെ തന്നെ വീണ്ടും അരയ്ക്കുന്നതിന് തുല്യമാണ്. അതിന് ഒരു അരച്ച് ഒരു പരുവമായാൽ പിന്നെ ഒരു അരവ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അരയുന്നൊന്നുമില്ല. മത്തൻ ജഡൻ ഇങ്ങനെ ഉള്ളവരെ പോലെ സ്വന്തം സ്വരൂപസ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്ന എനിക്ക്, സ്വന്തം സ്വരൂപസ്ഥിതി എന്നാ ഈ പറഞ്ഞത് എന്നത് ജഡനും ഉന്മത്തനും മത്തനുമൊക്കെയാണ് അവൻ ശരിക്കും. പിന്നെ നമ്മളതല്ലെന്ന് വരുത്താൻ വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കിയവനായ ഞാൻ എനിക്ക് അല്ലയോ രാജാവേ, ചികിത്സാ വ്യാപാരത്താൽ കിയാൻ അർത്ഥ എന്താണ് പ്രയോജനം? എനിക്കൊരു പ്രയോജനവുമില്ല. സ്തബ്ധനും പ്രമത്തനുമായവന് ഭവാനാൽ ചെയ്യപ്പെടുന്ന ശിക്ഷാവ്യാപാരത്താൽ അരച്ചതിനെ അരയ്ക്കുന്നതെന്ന് തന്നെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ഫലമുള്ളൂ. അത് ഞാൻ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉള്ള ശിക്ഷ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ശിക്ഷ ഞാൻ തരുമെന്ന് പറഞ്ഞു. നല്ല അടി തരുമെന്നാണല്ലോ പറഞ്ഞു തന്നെ. ആ ദണ്ഡശിക്ഷ അടി തരുമെന്ന് പറഞ്ഞല്ലോ. ആദ്യം ആ കളിയാക്കി പറയുന്നുണ്ടല്ലോ. അതായത് ഈ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത ആൾ നടക്കുന്നത് ശരിയല്ലെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണെന്ന് മറ്റേവർ പറഞ്ഞു. ശിബിക എടുത്തുകൊണ്ട് പോകുന്നത്, അതായത് ഈ പല്ലൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന മറ്റ് 3 പേര് പറഞ്ഞു, ഈ പുതിയതായിട്ട് വന്ന ആളിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല, അദ്ദേഹം ശരിക്കും നടക്കുന്നില്ല എന്നിട്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം അതിനകത്തുനിന്ന് പല്ലക്കിൽ നിന്ന് എത്തി നോക്കിയിട്ട് പുതിയ ആളിനെ കണ്ട് കളിയാക്കി പറഞ്ഞതൊക്കെ. അപ്പം കളിയാക്കി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിനക്ക് നല്ല ദണ്ഡശിക്ഷ തന്നു കഴിയുമ്പോൾ നീ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് ശ്രദ്ധിച്ചങ്ങ് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഉന്മാദം പിടിച്ചവന്, അതുപോലെ മദ്യപാനം കൊണ്ട് ബുദ്ധി മറഞ്ഞവന്, ജന്മനാ തന്നെ ജഡനായ ബുദ്ധിമാന്ദ്യമുള്ളവർ എന്നിവരെ പോലെ അങ്ങയാൽ കാണപ്പെടുന്ന ഞാൻ അങ്ങേക്ക് കാണപ്പെടുന്ന ഇതുപോലെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു വിധത്തിലാണല്ലോ. ഒന്നെങ്കിൽ ഉന്മാദം പിടിച്ചവൻ, ഒരു ഭ്രാന്ത് പിടിച്ചവൻ, അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ടവൻ, അല്ലെങ്കിൽ ജന്മനാ തന്നെ മന്ദബുദ്ധിയായവൻ. ഇങ്ങനെയൊക്കെ ഒരാളായിട്ടാണ് അങ്ങ് എന്നെ കാണുന്നത് അല്ലേ? അത് എൻ്റെ സ്വരൂപം. അങ്ങയാൽ കാണുന്നത് ഞാൻ സ്വരൂപമായ ബ്രഹ്മമാണ്.
എന്ന് തെറ്റാതെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങ് ചെയ്യുന്ന ചികിത്സ കൊണ്ട് വിശേഷമായിട്ട് അങ്ങ് ചെയ്യുന്ന ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ദണ്ഡം അടി തന്നുകൊണ്ടൊന്നും അതിനെ ഈ ശരീരത്തിനിട്ടല്ലേ അടിക്കുന്നത്, അതുകൊണ്ടൊന്നും എൻ്റെ ഈ ഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ശരീരം ഞാനാണെന്ന് ധരിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് ഏൽക്കുന്ന ദണ്ഡം എൻ്റെ മാനസികമായ ഇതിനെ ഏൽക്കുന്നില്ല, എൻ്റെ ആത്മാവിനെ ഏൽക്കുന്നില്ല. അഥവാ അങ്ങ് വിചാരിക്കുന്ന വിധം ഞാൻ ഗർവിതനും പ്രമത്തനുമാകുന്നുവെങ്കിലും ദണ്ഡശിക്ഷ കൊണ്ട് അടി കൊണ്ടൊരു പ്രയോജനവുമില്ല. പിന്നെ സ്വതേ ദൂഷിച്ചിരിക്കുന്ന ഒരുവന് ഏതായാലും ഇങ്ങനെയാണ് ഞാൻ, അതുകൊണ്ട് ശിക്ഷിച്ച് നന്നാക്കുവാനും സാധിക്കുകയില്ല. കാരണം ഞാൻ നന്നായിട്ടില്ല. ചീത്തയായിട്ടിരിക്കുന്ന ആളിനെ പിന്നെ ശിക്ഷിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് നന്നാകാൻ പോകണ്ടോ? ഇല്ല. അതായത് ദുഷിച്ച വസ്തുവിനെ വീണ്ടും വീണ്ടും ചീത്തയാക്കുന്നു എന്നേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അരച്ച് എല്ലാം പാകമാക്കി എടുത്ത മാവിനെ വീണ്ടും അരയ്ക്കുന്ന പോലെയുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകണില്ല. മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. പക്ഷേ വളരെ ഗഹനമായിട്ട് ആചാര്യന്മാർക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ പറയാനായിട്ടും വേദാന്തമൊക്കെ അറിയാവുന്നവർക്ക് വളരെയധികം സന്തോഷത്തെ കൊടുക്കുന്നതുമായ ഒരു ഇതാണ് ജഡഭരതൻ്റെ ആദ്യത്തെ ഇത്. കാരണം ഒരുപാട് ആചാര്യന്മാർ പറയുന്നത് സപ്താഹ വേദികളിൽ കേൾക്കാറുണ്ട് ഇങ്ങനെ ജഡഭരതൻ്റെ വാക്യങ്ങൾ. അത് വലിയ പ്രസിദ്ധമായിട്ട് പറയാറുണ്ട്. കട്ടുകട്ടി വേദാന്തമാണ്. അത് അത്ര പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരുമാതിരി പറഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ശരീരമല്ല, ഞാൻ എൻ്റെ ആത്മാവാണ്. ആത്മാവിനെ ഈ അടിയൊന്നും ബാധിക്കുന്നില്ലാത്തതുകൊണ്ട് എന്നെ നന്നാക്കാൻ ശ്രമിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ ഉന്മത്തനാണ്, ഭ്രാന്തനാണ്, ജന്മന മന്ദബുദ്ധിയാണ്. അങ്ങനെയുള്ള ഒരുവനെ അടിച്ച് നന്നാക്കാൻ വിചാരിച്ചാൽ നടക്കുന്നില്ല. കാരണം അത് ചീത്ത തന്നെയാണ്. അത് വീണ്ടും ചീത്തയാകുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അരയ്ക്കുന്നതിനെ വീണ്ടും അരച്ച് പൊടിച്ച പൊടിയെ പിന്നെയും പൊടിച്ചാൽ തന്നെ പൊടി ഏറ്റവും നൈസായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അതിന് സംഭവിക്കുന്നില്ല. പൊടിക്ക് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അല്ലെ അരച്ച മാവിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ശ്രീ ശുക ഉവാച ഏതാവതനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമ ശീല ഉപരതാൻ അനാത്മ്യനിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യപനയൻ രാജയാനം അപി തഥ ഉവാഹയ കേട്ടോ. അനുവാദ പരിഭാഷയ പറഞ്ഞതിനെ അനുവദിച്ചു തന്നെ ഭാഷാന്തരപ്പെടുത്തുന്ന രീതിയിൽ ഏതാവത് ഇത്രത്തോളം ഉദീര്യ പറഞ്ഞിട്ട് ഉപശമശീല അനുവാദ പരിഭാഷയ അങ്ങനെയാക്കണം കേട്ടോ. അത് ഏതാവത് ദായ്ക്കും നൂനും ഇടയ്ക്കൊരു മുകളിലൊരു എഴുതുക. ഏതാവത് അനുവാദ പരിഭാഷയ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരതാന അനാത്മ്യനിമിത്ത ആത്മ്യനിമിത്ത ശമിച്ചിരിക്കുന്ന ദേഹാത്മാഭിമാനകരണമായ അജ്ഞാനത്തോടു കൂടിയവൻ എന്നാണ് അത്. ഉപരതാ അനാത്മ്യ നിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യപനയൻ രാജയാനം അപി തഥ ഉവാഹ. വ്യപനയൻ തീർക്കുന്നവനായിട്ട് വ്യപനയൻ എന്ന് തന്നെയാണ് വാക്ക്. മുനിശ്രേഷ്ഠൻ പ്രാരബ്ധം ദേഹ ആരംഭത്തിന് തന്നെ കാരണമായ കർമ്മത്തിൻ്റെ ഫലത്തെ ഉപഭോഗേന അനുഭവിക്കുന്നത് കൊണ്ട് വ്യപനയൻ തീർക്കുന്നവൻ രാജയാനം രാജാവിൻ്റെ വാഹനത്തെയും തഥാ ഉവാഹ അതേ വിധത്തിൽ വഹിച്ചു. ആ രാജാവ് പറഞ്ഞതിനെ അനുവദിച്ച് പറയുന്ന രീതിയിൽ ഇത്രത്തോളം മറുപടി പറഞ്ഞ ആ മുനി ശാന്ത സ്വഭാവം ഉള്ളവനും ദേഹത്തിന് ആത്മഭാവത്തിന് കാരണമായ അവിദ്യാബാധയിൽ നിന്ന് മുക്തനും ദേഹവും ഞാനും വേറെ രണ്ടാണ് എന്നുള്ള ആ ഭാവം അതിൽ നിന്ന് മുക്തനും ദേഹത്തിനും ആത്മാവിനുമായിട്ട് ബന്ധമില്ല എന്നിവിടെ പറഞ്ഞു. അങ്ങനെയുള്ള അറിവുള്ളവനും ആയിട്ടുള്ള അത് ആ പ്രാരബ്ധ കർമ്മത്തെ അനുഭവിച്ച് കഴിയുവാൻ നിശ്ചയിച്ചവനുമാണ്. ആ പ്രാരബ്ധ കർമ്മം അനുഭവിച്ച് കഴിയുമ്പോൾ ദേഹം വീഴും, ആത്മാവോടെ വീഴുന്നില്ല. ആത്മാവ് വേറെ
സ്വതന്ത്രനായി പോവുകയാണ്. ആ രാജവാഹനത്തെ മുമ്പത്തെ പോലെ തന്നെ വഹിച്ചുകൊണ്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. അതാണ് ഏതാവത് അനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരദാന ആത്മനിമിത്ത ഉപഭോഗേന കർമ്മ ആരബ്ധം വ്യപനയൻ രാജയാനം അഭി തഥ ഉവാഹ. അങ്ങനെ വായിച്ചാൽ മതി. തഥോവാഹ എന്ന് വായിക്കുന്നതിൽ എളുപ്പം തഥ ഉവാഹ എന്നാണ്. അങ്ങനെ വായിക്കുകയാണെങ്കിൽ എളുപ്പം കൊണ്ടായിരിക്കും. സ ചാപി പാണ്ഡവേയ സിന്ധു സൗവീരപതി തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാ അധികൃതാധികാര തദ് ഹൃദയഗ്രന്ഥിമോചനം ദ്വിജവച ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാവരുഹ്യ ചിരസാപാദമൂലമുപസൃത ക്ഷമാപയൻ വിഗത നൃപദേവസ്മയ ഉവാച. ഒന്നുകൂടെ വായിക്കാതെ ശരിയായില്ല. സ ചാപി പാണ്ഡവേയ സിന്ധു സൗവീരപതി തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധായ അധികൃതാധികാര തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാ അധികൃതാധികാര ഹൃദയഗ്രന്ഥിമോചനം തദ് ഹൃദയഗ്രന്ഥിമോചനം അധികാര തദ് ഹൃദയഗ്രന്ഥിമോചനം. ആ സ വെട്ടിക്കളഞ്ഞിട്ട് തദ് ഹൃദയഗ്രന്ഥിമോചനം എന്നെഴുതിയാൽ മതി. തൻ്റെ ഹൃദയഗ്രന്ഥിയെ മോചിപ്പിക്കുന്ന തദ് ഹൃദയഗ്രന്ഥിമോചനം. ദ്വിജവച ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാവരുഹ്യ ശിരസ പാദമൂലമുപസൃത ക്ഷമാപയൻ വിഗത കൊമ നൃപ ദേവസ്മയ ഉവാച. ദ്വിജവച ത്വരയാ അവരുഹ്യ ശിരസ യോഗഗ്രന്ഥസമ്മതം ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാ അവരുഹ്യ വളരെ ത്വരയോടെ വേഗത്തിൽ ശിരസ്സുകൊണ്ട് പാദമൂലമുപസൃത പാദങ്ങളെ കാലടിയെ ശിരസ്സുകൊണ്ട് നമിച്ച് ഉപസൃത പ്രാപിച്ചവനും ക്ഷമാപയൻ ക്ഷമിക്കുന്നവനുമായിട്ട് ഉവാച പറഞ്ഞു. വിഗത നൃപ ദേവസ്മയ ഉവാച. അതുകൊണ്ട് രാജാവിനോട് പറയുകയാണ്. പാണ്ഡവേയ ആരെയാണ് ഇവിടെ പാണ്ഡവേയ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത് ശ്രീശുക ഉവാച എന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ മുമ്പേ? അപ്പം ഇപ്പം ഇതാരോടാ പറയുന്നത് പാണ്ഡവേയാന്ന്? വല്ല പിടിയുണ്ടോ? നമ്മുടെ പരീക്ഷത്തിനോടാ. പാണ്ഡവേയനല്ലേ? ആ പാണ്ഡവ കുലത്തിലെ രാജാവാണല്ലോ പരീക്ഷിത്. അതാണ് പാണ്ഡവേയ. ഓർത്തോണം കേട്ടോ, അത് വിട്ടുപോകരുത് കേട്ടോ. നമ്മൾ ശ്രീശുകൻ പറഞ്ഞ കാര്യത്തെ ശൗനക ആദികളോട് പറഞ്ഞു കൊടുക്കുന്ന കഥയ്ക്കകത്ത് വരുന്ന ഒരു ഭാഗമാണ് വിതുര മൈത്രേയ സംവാദം. അപ്പം രാജാവ് പറഞ്ഞൊന്നും ശ്രീശുകൻ പറഞ്ഞൊന്നും പറയുമ്പോൾ നമ്മൾ ആ പൂർവ്വകഥയിലോട്ട് ആ തുടക്കത്തിൽ ആ ഗംഗാ തീരത്ത് അനശനം ദീക്ഷിച്ച് ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കുന്ന പരീക്ഷത്തിനെ ഇടയ്ക്ക് ഓർമ്മ വേണം. പരീക്ഷത്തിനോട് പറയുന്ന ഈ കഥ. അപ്പോൾ ഈ പാണ്ഡവയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഓർമ്മയിലോട്ട് അർത്ഥത്തെ എടുക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ഇത്? ഈ രഘുഗണൻ തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇന്ദ്രിയ നിഗ്രഹത്തിൽ ശ്രദ്ധയുള്ളയാളാണ്. ശരിയായ രീതിയിൽ അധികാരം പ്രാപിച്ചവനും ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇതിനകത്തൊക്കെ ശ്രദ്ധയുള്ളയാളാണ്. വെറും പൊട്ടനൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ദേഹാഭിമാനത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥവും അതുപോലെ അനേകം യോഗഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതുമായ ഈ ബ്രാഹ്മണ വാക്യം കേട്ട് വാഹനത്തിൽ ഇറങ്ങി അങ്ങ് ആരാണ്, എത്രയും മഹാനായ ഒരാളാൻ്റെ വാക്കാണെന്ന് ഈ രഘുഗണന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി ഭരതൻ്റെ ഈ ജഡഭരതൻ്റെ ഉന്മത്തനെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ചിരുന്ന മന്ദബുദ്ധി എന്നും വിളിച്ചിരുന്ന ആ ആളിൻ്റെ മുമ്പിൽ വീണ് താഴെ
പാദങ്ങളിൽ വീണ് ദണ്ഡനമസ്കാരം ചെയ്ത് ക്ഷമ ചോദിച്ചു. എന്നിട്ട് രാജാവെന്നുള്ള അഹങ്കാരം ഒട്ടും തന്നെ ഇല്ലാതെ ഇപ്രകാരം പറഞ്ഞു: കസ്ത്വം നിഗൂഢസരസി ദ്വിജാനാം ബിഭർഷി സൂത്രം കഥമോവധൂതഃ കസ്യാസി കുത്രസ്യ ഇഹാപി കസ്മാത് ക്ഷേമായ നശ്ചേദസി നോദശുക്ലഃ. ദ്വിജാനാം ഒന്നും അതിനകത്ത് തിരുത്താനില്ലല്ലേ. കസ്ത്വം നിഗൂഢ ചരസി ദ്വിജാനാം ബിഭർഷി സൂത്രം കഥമോവധൂതഃ കസ്യാസി കുത്രത്യ ഇഹാപി കസ്മാത് ക്ഷേമായ ന ചേതസി നോദ ശുക്ലഃ. ദ്വിജാന ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ത്വം അങ്ങ് ആരാകുന്നു? നിഗൂഢ അസ്പഷ്ടനായിട്ട് ഇങ്ങനെ ചരസി എന്ന് പറഞ്ഞാൽ നടക്കുക, സഞ്ചരിക്കുക. സൂത്രം ഉപവീതത്തെ ബിഭർഷി ഭരിക്കുന്നു. കഥമ അവധൂത ഏതൊരു അവധൂതനാണ് അവധൂതനായിട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളിനെയാണ് അവധൂതൻ എന്ന് പറയുന്നത്. കസ്യാസി ആരുടെ പുത്രനാണ്? കുത്രത്യ ഏത് ദേശത്തിനുള്ളവനാണ്? ഇവിടെ വന്നിരിക്കുന്നത്? കസ്മാത് ഇഹ അഭി ഇവിടെ എങ്ങനെ വന്നു? ന ക്ഷേമായ ചേത് ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ടാണെങ്കിൽ ഉദ ശുക്ല ന അസി വിഷ്ണു അല്ലയോ? ശുക്ല ന അസി ഭഗവാനല്ലയോ എന്നാണ് പറഞ്ഞത്. ഈ ഗൂഢമായൊരു വേഷം അണിഞ്ഞ് സഞ്ചരിക്കുന്ന അങ്ങ് ഈ ബ്രാഹ്മണരുടെ ഇടയിൽ ആരാണ്? പൂണുനൂൽ കാണുന്നത് കൊണ്ട്, അതായത് മുമ്പേ ഇവിടെ ഒരു വാക്കുണ്ടല്ലോ, വന്നിരിക്കുന്ന ക്ഷേമത്തിനായിക്കൊണ്ട് ചേതസി അവധൂതനാണ് ദ്വിജദേശ അങ്ങനെ കണ്ടിരണം വന്നല്ലോ. അതിനകത്ത് ഞാൻ അപ്പോൾ ഓർക്കുകയും ചെയ്തു. ശുക്ലാസി അസി വിഷ്ണു അല്ലയോ? ഗൗതമ ഏതൊരു അവധൂതനാകുന്നു? കസ്യാസി ആരുടെ പുത്രനാണ്? ഏത് ദേശത്തിലുള്ളവനാണ്? എന്തിനാണ് വന്നിരിക്കുന്നത്? ദ്വിജാനാം കണ്ടോ, ബ്രാഹ്മണനാണെന്നുള്ളൊരു സൂത്രം, ബിഭർഷി സൂത്രം പറഞ്ഞിട്ടില്ലേ? അത് ഉപവീതം എന്ന് പറഞ്ഞാൽ പൂണൂല്. ആ വാക്ക് പൂണൂല് കാണുന്നത് ഞാൻ ബ്രാഹ്മണനാണെന്ന് മനസ്സിലായി. അതുപോലെ ദത്താത്രേയ പോലെയുള്ള വലിയ പണ്ഡിതന്മാരായിട്ടുള്ള അവധൂതന്മാരുണ്ട്. അങ്ങ് അവരിൽ ആരെങ്കിലും പെട്ട ആളാണോ? ആരുടെ പുത്രനാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ എന്താണ് വരാൻ കാരണം? ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ആ ശുദ്ധ സത്വപ്രധാനനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കപില ഭഗവാനാണോ അങ്ങ്? എന്നൊക്കെ ഇങ്ങനെ വളരെ ചോദ്യങ്ങൾ ഒന്നിനൊന്ന് പുറകായിട്ട് ചോദിച്ചു. നാഹം വിശങ്കേ സുരരാജവജ്രാത് ന ത്രയക്ഷശൂലാത് നയമസ്യ ദണ്ഡാത് നാഗ്ന്യാർക്കസോമാനിലവിത്തപാസ്ത്രാത് ശങ്കേ ഭൃശം ബ്രഹ്മകുലാവമാനാത്. സുരരാജ വജ്രാത് ദേവേന്ദ്ര വജ്രായുധത്തിൽ നിന്നും, ത്രയക്ഷശൂലാത് മഹാദേവൻ്റെ ശൂലായുധത്തിൽ നിന്നും, ത്രിയക്ഷ അതാണ് ത്രിയക്ഷാര മൂന്നക്ഷിയുള്ളവൻ, ശൂലാത് പരമേശ്വരൻ്റെ, അത് മഹാദേവൻ. അങ്ങനെ ത്രയക്ഷശൂലാതെന്ന് പറഞ്ഞത് മഹാദേവൻ്റെ ശൂലായുധത്തിൽ നിന്നും, യമസ്യ ദണ്ഡാത് കാലൻ്റെ ദണ്ഡത്തിൽ നിന്നും, ദണ്ഡമെന്ന ആയുധമാണ് കാലനുള്ളത് എന്ന ആയുധത്തിൽ നിന്നും, ആഗ്ന്യാർക്ക സോമ അനില വിത്തപാസ്ത്രാത് അഗ്നി സൂര്യൻ ചന്ദ്രൻ വായു അതുപോലെ കുബേരൻ ഇവരുടെയൊക്കെ അസ്ത്രത്തിൽ നിന്നും, അഹം ന വിശങ്കേ ഞാൻ ഭയപ്പെടുന്നില്ല, അതിനെയൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. ബ്രഹ്മകുല അവമാനാത് ബ്രാഹ്മണനെ അവഹേളിക്കുന്നത് വലിയ പാവമായിട്ട് ഞാൻ കരുതുന്നു. അവമാനിക്കുന്നതിൽ നിന്ന് വൃഷം ശങ്ക ഏറ്റവും ഭയപ്പെടുന്നു ഞാൻ അതിനെ. അതുകൊണ്ട് അദ്ദേഹം അറിവുള്ളവനെ, ജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രാഹ്മണ നിന്ദ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്, ബാക്കി ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല. കാലൻ്റെ ദണ്ഡമോ പരമേശ്വരൻ്റെ ശൂലത്തിനോ പിന്നെ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിനോ ഒന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ബ്രാഹ്മണ ശാപം എനിക്ക് പേടിയാണെന്നാണ് പറയുന്നത്. 19 തദ്ബ്രൂഹ്യ അസംഗോ ജഡവന്യഗൂഢവിജ്ഞാന വീര്യോ വിചരസ്യ പാരഹാവചാംസി യോഗഗ്രഥിതാനി സാധോ നക്ഷമന്തേ മനസാ ബിഭേത്തും. അല്ലേ, സാധോ എന്ന് വിളിക്കുകയാണ്. സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ വളരെ ഭീതനായിരിക്കുന്നു. അങ്ങ് ആരാണെന്നുള്ള എൻ്റെ ചോദ്യത്തിന് വേഗം തന്നെ ഉത്തരം പറയണം, കരുണയുണ്ടാകണം.
അതുപോലെ എനിക്ക് സാക്ഷാത്കാരം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന ആ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വളരെയധികം മഹിമയോടുകൂടിയ അങ്ങ് എന്തിനാണ് ജഡനെ പോലെ മന്ദബുദ്ധിയെപ്പോലെ സഞ്ചരിക്കുന്നത്? യോഗത്തിനെ മുഴുവൻ ഉള്ളിലടക്കിയിരിക്കുന്ന അങ്ങയുടെ വാക്കുകൾ വിവേകപൂർവ്വം മനസ്സുകൊണ്ട് വിചാരിക്കാൻ പോലും ഞങ്ങളാരും യോഗ്യരല്ല. അങ്ങ് ഈ പറഞ്ഞ 2-3 വാക്യങ്ങൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്ത് ശരീരമാണ് ഞാനെന്ന് ധരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഭൃത്യനും ഞാൻ യജമാനനുമായിട്ട് എപ്പോഴും ഇരിക്കുകയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഭൃത്യനാകും, ഇടയ്ക്കൊക്കെ ഞാൻ യജമാനനുമാകും. അങ്ങനെയുള്ളപ്പോൾ യജമാനം ഭൃത്യൻ എന്നുള്ള ഭാവം തന്നെ തെറ്റാണെന്നൊക്കെയുള്ള വാക്യത്തെ പറഞ്ഞു തന്ന അങ്ങ് വളരെയധികം ജ്ഞാനിയാണ് എന്ന് രഘുഗണൻ സമ്മതിക്കുക. അതുകൊണ്ട് അങ്ങയോടുള്ള വാക്ക് തർക്കത്തിന് ഞങ്ങൾ ഒട്ടും തന്നെ യോഗ്യരല്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തരല്ല. അങ്ങയുടെ വാക്കുകൾ ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിനകത്തൊന്നുമില്ല. പിന്നെ അഹം ച യോഗേശ്വരം ആത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പൃഷ്ടും പ്രവൃത്ത കിമിഹാരണം തത് സാക്ഷാത് ഹരിം ജ്ഞാനകലാവതീർണം. ആത്മസ്വരൂപമറിയുന്ന ആത്മതത്വവിദാം അഹം ച യോഗേശ്വരം ആത്മതത്വവിദാം അവിടെ വരിക. മുനീനാം പരമം ഗുരും വൈ പൃഷ്ടും പ്രവൃത്ത കിം ഇഹാരണം തത്. കിം ഇഹാരണം, കിം ഇഹ കിം അരണം. അരണം എന്താണ്? ശരണമായിട്ടുള്ളത് എന്താണെന്ന്. അതായത് ഈ സംസാരമാകുന്ന ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്താണ് ശരണമായിട്ടുള്ളത്? പ്രശ്നം ചോദിക്കുന്നതിനായിക്കൊണ്ട് അഹം ച ഞാനും പുറപ്പെട്ടിരിക്കുകയാണ്. ഞാനും എനിക്കും അതൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ സാധാരണ ഒരു ജ്ഞാനം അർത്ഥിക്കുന്നയാളാണ്. ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നയാളാണ്. അല്ലയോ ഭഗവാൻ, ആത്മതത്വത്തെ അറിയുന്ന മുനിമാരുടെയും പരമഗുരുവും അതുപോലെ ജ്ഞാനശക്തിയോട് കൂടി അവതരിച്ചിരിക്കുന്ന സാക്ഷാത് ശ്രീഹരിയുമായിരിക്കുന്ന യോഗേശ്വരനോട് കപിലമുനിയോട്, അതായത് കപിലമുനിയുടെ കാര്യം എവിടെ പറയുന്ന ആ കപിലമുനിയോട് സംസാരത്തിൽ നിന്നും കയറുവാനായിട്ട് ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ചോദിച്ചറിയുവാനായി പോകുന്നവനാണ് ഞാൻ കപിലനെ കാണാൻ പോവുക. എന്തിനാ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് പോകുന്ന ആളാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നു. അത്രയുള്ളൂ. അതിനകത്തൊന്നും തിരുത്താനില്ല കേട്ടോ. ജ്ഞാനകലാവതീർണം, ജ്ഞാന അംശത്തോടു കൂടി അവതരിച്ചിരിക്കുന്ന സാക്ഷാത് ഹരിയും സാക്ഷാൽ യോഗേശ്വരനായ, യോഗേശ്വരൻ വിഷ്ണു ആയിട്ടിരിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന കപിലെന്ന് പറഞ്ഞിരിക്കുന്ന വ്യംഗ്യഭാവത്തിലാണ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. കപിലൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കപിലനെ കാണാൻ പോവുകയാണ് ഞാൻ. ഇത്രയും ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴത്തന്നെ ഇവിടെ വെച്ച് കിട്ടി എനിക്ക്. അതാണ് ഈശ്വരൻ്റെ ഓരോ ലീലകൾ. 21 സവൈ ഭവാൻ ലോകനിരീക്ഷണാർത്ഥം അവ്യക്തലിംഗോ വിചരത്യാപിസ്വിത് യോഗേശ്വരാണാം ഗതിമന്ധബുദ്ധിഃ കഥം വിചക്ഷീത ഗൃഹാനുബന്ധഃ. സവൈ ഭവാൻ ലോകനിരീക്ഷണാർത്ഥം അവ്യക്തലിംഗം, അസ്പഷ്ടമായ ലക്ഷണത്തോടു കൂടിയ ഭവാൻ വൈ, ആ ഭഗവാൻ തന്നെ വിചരതി അപിസ്വിത്, വിചരിക്കുന്നുവോ സഞ്ചരിക്കുന്നുവോ, ഗൃഹാനുബന്ധ, ഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടവനായ അന്ധബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവൻ, ബുദ്ധി അറിയാത്തവൻ, ബുദ്ധി കാണാത്തവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവൻ. യോഗേശ്വരന്മാരുടെ ഗതിം സ്വഭാവത്തെ കഥം വിചക്ഷീത, എങ്ങനെ അറിയും? കഥം വിചക്ഷീത, ആ കഥ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വാക്കുകളൊക്കെ മനസ്സിലായല്ലോ. സവൈ ഭവാൻ ലോകനിരീക്ഷണാർത്ഥം അവ്യക്തലിംഗോ വിചരതി അപിസ്വിത് യോഗേശ്വരാണാം ഗതി മന്ദബുദ്ധി കഥം വിചക്ഷീത ഗൃഹാനുബന്ധഃ. ഒന്നുമില്ല ഇതിനകത്ത്. ദൃഷ്ട ശ്രമകർമ്മദാത്മനോ വൈ ഭർത്തുർഗന്ധുർഭവതശ്ചാനുമന്യേ
യഥാ സതോദാനയദാ യഥാ സതോദാനയനാദ്യഭാവാത് സമൂലയിഷ്ടോ വ്യവഹാരമാർഗഃ. അതെല്ലാം ഒന്ന് പിരിച്ചു പറയാനുണ്ട്. വ്യവഹാരമാർഗം ഉദാനയനാദ്യഭാവാത് ഉദാനയനാദ്യഭാവാത് ജലം കൊണ്ടുവരിക എന്നിത്യാദി. പ്രവൃത്തിയുടെ കുറവ് കൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗന്ധു സഞ്ചരിക്കുന്ന ശ്രമം എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ദൃഷ്ടശ്രമ കർമ്മം കൊണ്ട് ആത്മന എൻ്റെ ആത്മാവിന് കർമ്മത്താൽ ക്ഷീണം ദൃഷ്ട കാണപ്പെട്ടതാകുന്നു. ഭർത്തു ഭരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. യജമാനൻ ഗന്ധു സഞ്ചരിക്കുന്നവനുമായ ഭവാനും അനുമാനിക്കുന്നതിന് അസത ഇല്ലാതിരിക്കുന്ന ഒരു പദാർത്ഥത്തിൽ ഉദാനയനാദ്യഭാവാത് ഉദാനയനാദ്യഭാവാത് ഒന്നുകൂടെ വായിച്ചോണേ. ജലം കൊണ്ടുവരിക, ആനയത് വെള്ളം. ഉദാനയനാദ്യഭാവാത് ജലം കൊണ്ടുവരിക മുതലായ പ്രവൃത്തിയുടെ കുറവ് കൊണ്ട് വ്യവഹാരമാർഗ അനാദ്യഭാവാത് ഉദാനയ അനാദ്യഭാവാത് എന്ന ജലം കൊണ്ടുവരിക എന്ന് തുടങ്ങിയ പ്രവൃത്തിയുടെ അഭാവം നിമിത്തം അത് ചെയ്യാത്തത് കൊണ്ട് അനാദ്യഭാവാതെന്നല്ലേ അപ്പം വരുന്നത്. മൂലത്തോടു കൂടിയതെന്ന സംഗതി അത് ശരിയാണ്. അങ്ങ് ആരാണെന്ന് പറയണമെന്നാവശ്യപ്പെട്ടതിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ മറുപടിയെക്കുറിച്ചുള്ള ആക്ഷേപത്തെയും അറിയിക്കുന്നു. അദ്ദേഹം ഒരു മറുപടി പറഞ്ഞല്ലോ, ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭരതൻ ഒരു മറുപടി പറഞ്ഞല്ലോ, എനിക്ക് ശ്രമമില്ല എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുന്നു. അതായത് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എനിക്ക് ക്ഷീണം ഉണ്ടാകാറുള്ള അനുഭവമുണ്ട്. ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങ് ഇപ്പോൾ ഭാരം ചുമന്ന് നടക്കുന്നവനാകയാൽ അങ്ങയ്ക്കും ക്ഷീണമുണ്ട് എന്ന് ഞാൻ അനുഭവിക്കും. അങ്ങ് ഒരു കർമ്മമല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങയ്ക്കും ക്ഷീണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്രകാരം ഭാരം വഹിക്കുന്നതിനാൽ ഭവാൻ ക്ഷീണമുള്ളവൻ. ആരൊക്കെ കർമ്മം ചെയ്യുന്നുവോ അവന് ക്ഷീണം ബാധിക്കും. അതുപോലെ യുദ്ധാദി കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ക്ഷീണിക്കാറുള്ളത് പോലെ. അതുപോലെ വ്യവഹാരം മാത്രമല്ല, വേറെ കാരണമൊന്നുമില്ലെന്ന് പറഞ്ഞാലും ആക്ഷേപം കാണിക്കുന്നു. ഒന്നുമില്ല വ്യവഹാരം, ലോക വ്യവഹാരം ഒന്നുമില്ലെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷേപം മനസ്സിലാക്കി കൊടുക്കുന്നു. ലോക വ്യവഹാരം സത്യമല്ലെന്ന് പറയാൻ ന്യായമുണ്ടോ? ഇല്ല, ന്യായമില്ല. ഇപ്പോൾ കാണുന്ന നിലയിൽ പദാർത്ഥങ്ങളെയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെയും ആസ്പദമില്ലാത്തതാണ് വ്യവഹാരമെന്ന് സ്ഥാപിക്കാൻ തരമില്ല. ഇപ്പോൾ കാണുന്നതൊക്കെ ഇല്ലെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും, ഈ കാണുന്നതൊക്കെ ഒന്നും അല്ല ഈ വ്യവഹാരത്തിൻ്റെ, കാരണം നമ്മൾ കാണുന്ന ലോകം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സാരം ഒന്നുകൂടി പറഞ്ഞു തരാം. പ്രപഞ്ചം മിഥ്യയല്ല, സത്യമാകുന്നു. എന്താണെന്ന് വെച്ചാൽ പദാർത്ഥങ്ങളും പ്രവൃത്തികളും കാണപ്പെടുന്നുണ്ട്. അത് ഒരു ലോജിക്കാണ് കേട്ടോ, ഇതൊരു വലിയ ലോജിക്കാണ്. നമ്മൾ പറയുന്നത് തന്നെ ലോജിക്ക്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് സത്യമല്ലെന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് സത്യമല്ലെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞത്. അതൊക്കെ മിഥ്യയാണെന്ന് പറയുന്നത് ശരിയല്ല. പ്രപഞ്ചം മിഥ്യയല്ല, സത്യമാകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പദാർത്ഥങ്ങളും ഇവിടുത്തെ കാണുന്ന പദാർത്ഥങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രവൃത്തികളും കാണുന്നുണ്ടല്ലോ. ഏതൊന്ന് അസത്യമോ ആ പദാർത്ഥത്താൽ യാതൊരു പ്രവൃത്തിയും നടത്തപ്പെടുകയില്ല. അസത്യമാണെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, പക്ഷേ ഇത് നടക്കത്തില്ല. പക്ഷേ ഇത് പലതും നടക്കുന്നുണ്ടല്ലോ. ഒരു ചെടി വെച്ചാൽ അത് വളർന്നു വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് സത്യമല്ലേ? ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത് തെറ്റല്ലേ?
ആ പദാർത്ഥത്താൽ യാതൊരു പ്രവൃത്തിയും നടത്തപ്പെടാവുന്നതല്ല. ഘടാദി പദാർത്ഥങ്ങളിൽ വെള്ളം കൊണ്ടുവരിക മുതലായ സംഗതികൾ ചെയ്യപ്പെടുകയില്ലല്ലോ. അതിനാൽ പദാർത്ഥങ്ങളും ക്രിയകളും ഉള്ളതിനാൽ പ്രപഞ്ചം സത്യം തന്നെയാണ്. അതായത് ഘടം എന്ന് പറഞ്ഞാൽ കുടം. പദാർത്ഥങ്ങളില്ലെങ്കിൽ, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറ്റാത്തപ്പോൾ എന്താ, ആ കുടം വേണം അവിടെ, ഇല്ലേ? ആ കുടം വേണം. അപ്പോൾ ആ പദാർത്ഥം ഉള്ളതാണ്, സത്യമല്ലേ അത്? ആ പദാർത്ഥം ഉള്ളതാണല്ലോ, അപ്പോൾ അത് സത്യമാണ്. അപ്പം ജഗത്ത് സത്യമാണ്. അതിനകത്ത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് വെള്ളം എടുത്തു കൊണ്ടുവരുന്ന കുടത്തിൻ്റെ കാര്യം മാത്രം, ചെറിയൊരു കാര്യമാണ്. കുടം മുതലായ പാത്രങ്ങളില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു പാത്രമില്ലെങ്കിൽ വെള്ളം കൊണ്ടുവരിക എന്ന് പറയുന്ന സംഗതി ചെയ്യപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ട് പദാർത്ഥങ്ങളും ഈ കർമ്മങ്ങളും ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. അതൊക്കെ സത്യം തന്നെയാണ്, ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ രഘുഗണൻ്റെ സംശയമാണ്. ഒന്നുകൂടെ വായിക്കാം. ദൃഷ്ടശ്രമ കർമ്മദാത്മനോ വൈ ഭർത്തുർഗന്ധുർഭവതശ്ചാനുമന്യേ കേട്ടോ. ഭർത്തുർഗന്ധുർഭവതശ്ചാനുമന്യേ എന്ന് വായിച്ചാൽ മതി. അനുമന്യേ യഥാ സദോദാനയ അനാദ്യഭാവാത് സമൂല ഇഷ്ടോ വ്യവഹാരമാർഗ ഉദാനയ അനാദ്യഭാവാത് ആനയ അനാദ്യഭാവാത്. ആ വാക്കൊന്ന് പിരിച്ച് ലൈനിൽ എഴുതുക, മാർജിനിൽ എഴുതുക. ആനയ അനാദ്യഭാവാത്. വായിക്കുമ്പോൾ ആനയ അനാദ്യഭാവാത്, ആനയ അനാദ്യഭാവാത് എന്ന് വായിക്കുക. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല, നമുക്ക് ഇച്ചിരി പാടാത്. അത് വെള്ളം കൊണ്ടുവരുന്ന കുടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ. വെള്ളത്തിൻ്റെ ആനയ അനാദ്യഭാവാത്. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതില്ലെങ്കിൽ പറ്റുകയില്ലല്ലോ, ഈ കുടമില്ലെങ്കിൽ. ആനയ അനാദ്യഭാവാത്. അത്രയേ ഉള്ളൂ. അത് മാത്രം തിരുത്തിയാൽ മതി കേട്ടോ. അത് മാർജിനിൽ എഴുതി വെക്കണമേ, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല. എൻ്റെ ബുക്കിൽ അത് എഴുതിയിട്ടില്ല, വായിക്കുന്ന ബുക്കിൽ അത് വായിക്കാൻ എനിക്ക് തോന്നുന്നത് എഴുതി വെച്ചില്ലെങ്കിൽ പറ്റുകയില്ല. പിന്നെ സ്ഥല്യഗ്നിതാപാത് പയസോഭിതാപഹ തത്താപത തണ്ടുലഗർഭരന്ധി ദേഹേന്ദ്രിയാസ്വാശയ സന്നികർഷാത് തത്സംസൃതി പുരുഷസ്യാനുരോധാത്. എല്ലാത്തിനകത്തും അത് പിരിച്ചെഴുതാനുണ്ട്. സ്ഥാല്യഗ്നിതാപാത് പാത്ര അഗ്നിയാൽ ചൂടുകൊണ്ട് പയസ പാലിന് അഭിതാപ ചൂടുണ്ടാകുന്നു. പയസോഭിതാപ അഭിതാപയാണ്. പയസോഭിതാപ താപഹ തത്താപതസ്തണ്ടുല ഗർഭരന്തി. അതിൻ്റെ ചൂട് കൊണ്ട്, താപം കൊണ്ട് തണ്ടുല ഗർഭരന്തി അരിമണികൾക്ക് വേവ് തട്ടുന്നു. എന്തിൻ്റെ? വെള്ളത്തിലിട്ട അരിക്ക് വെള്ളം ചൂടാകുമ്പോൾ അത് ചൂടായതുകൊണ്ട് അത് ചൂടാകുന്നു. അരിമണികൾക്ക് അത് വെന്ത് വരുന്നു. ദേഹേന്ദ്രിയാശ്വാസയ സന്നികർഷാത് ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണന്, മനസ്സ് ഇവയുടെ സാന്നിധ്യം കൊണ്ട് അനുരോധാത്. ദേഹേന്ദ്രിയാശ്വാസയ സന്നികർഷാത് തത്സംസൃതി പുരുഷസ്യ അനുരോധാത് അനുരോധം സംബന്ധം നിമിത്തമുണ്ടാകുന്ന തത്സംസൃതി ആ വികാരം പുരുഷസ്യ ആത്മാവിനുണ്ട്. ഇത് ചോദ്യം ഉത്തരവാണ് അദ്ദേഹം പറഞ്ഞതിന്. ഈ
ലോകമില്ല, മായയാണ്, ഇതൊക്കെ മിഥ്യയാണ്, കാണുന്ന ഒന്നും സത്യമല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ പ്രപഞ്ചമുണ്ട്, പ്രകൃതിയുണ്ട്, ഇതെല്ലാം സത്യമാണ് എന്ന് പറയുക. സ്ഥാല്യഗ്നിതാപാത പയസോ അഭിതാപ, ഒന്ന് വായിച്ചാൽ മതി. പയസോഭിതാപഹ തത്താപത തണ്ടുലഗർഭരന്ധി ദേഹേന്ദ്രിയാസ്വാശയ കോമ സന്നികർഷാത് തദ് സംസൃതി പുരുഷസ്യാനുരോധാത്. 24 ശാസ്താഭിഗോപ്ത നൃപതി പ്രജാനാം യക്കിങ്കരോ വൈനപിനഷ്ടി പിഷ്ടം സ്വധർമ്മമാരാധനമച്യുതസ്യ യദീഹമാനോ ബിജഹാത്യാഘൗഘം. ശാസ്താഭിഗോപ്ത നൃപതി പ്രജാനാം യക്കിങ്കരോ വൈനപിനഷ്ടി പിഷ്ടം സ്വധർമ്മമാരാധനമച്യുതസ്യ യദീഹമാനോ ബിജഹാത്യാഘൗഘം. പ്രജകളുടെ ശാസിതാവും അഭിഗോപ്ത രക്ഷിതാവും അച്യുതസ്യ അച്യുതനായ ഭൃത്യൻ കിങ്കരനും നൃപതി രാജാവ് ആരാണോ സ അവൻ പിഷ്ടം അരച്ചതിനെ ന പിനഷ്ടി പിന്നെ അരയ്ക്കുന്നില്ല. തൻ്റെ സ്വധർമ്മം ഭഗവാനായിക്കൊണ്ട് ആരാധന ചെയ്ത് സ്വധർമ്മരൂപമായ ഈശ്വരപൂജനം ഏതെന്നാണോ അത് ഈഹമാന അതിനെ ചെയ്യുന്നവനായിട്ട് അഘൗഘം അഖം പാപം ആ പാപങ്ങളുടെ കൂട്ടത്തെ ബിജഹാദി ഉപേക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. ഭഗവാനായിട്ടെല്ലാം ചെയ്യുക. അതാണ് എപ്പോഴും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്താണ്? ചെയ്തോ, നിങ്ങൾ കർമ്മം ചെയ്തോ, പക്ഷെ അത് ഭഗവാനായിക്കൊണ്ട് കർമ്മം ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരുന്ന കർമ്മമാകുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ, നമുക്ക് വേണ്ടി നമ്മൾ ഇന്നത് ചെയ്യുന്നു എന്ന ഭാവത്തിൽ ചെയ്യുമ്പോഴാണ് കർമ്മം ആകുന്നത്. ഇത് കർമ്മം അങ്ങനെ ഇല്ല. ഒരു ചെടി കുഴിച്ചു വെച്ചു, അതിന് വെള്ളം ഒഴിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. അതിൻ്റെ ഫലത്തിനെ, അതുണ്ടാകാനായിട്ടിരിക്കുന്ന പൂവിനെ നോക്കിക്കൊണ്ട് വേണ്ട. ഇത് ഭഗവാനായിട്ട് നമുക്കൊരു ചെടി തന്നതാണ്. ഇത് ആ ചെടിക്ക് ഞാൻ വെള്ളമൊഴിക്കുന്നു, അതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു, അത് കേടുവരാതെ സൂക്ഷിക്കുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട. അത് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം കണ്ട് കൊതിച്ചിരിക്കേണ്ട എന്ന്. അപ്പോൾ അത് ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നത്. ആ ചെടിയെ ഒരു ഭഗവാനായി കാണുക. അതിന് കേടൊന്നും തട്ടാതെ ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഭഗവാന്റെ ശുശ്രൂഷ ചെയ്യുന്ന പോലെ അതിനെ ശുശ്രൂഷിക്കുക. ഫലം വന്നോളും. ഭയങ്കര ലോജിക്കുക, അത് സാധ്യമല്ലാത്ത ലോജിക്കുക, അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നുമുള്ള സാധ്യതയില്ല. പക്ഷേ ആ വേദാന്തത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ സാധ്യമാണോ? അല്ല, അസാധ്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ അങ്ങനെ കാര്യമുണ്ട്, അത്രേ അറിഞ്ഞിരിക്കാമല്ലോ നമുക്ക്. ഇങ്ങനെയൊരു കാര്യമുണ്ട്. നമുക്ക് സിംപ്ലി പറയാൻ, ആ ഒരു താത്വികമായിട്ട് പറയാനൊരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്തും ഭഗവാനായിട്ട് ചെയ്തു കൊള്ളുവാൻ അവസാനം പറയുന്നുണ്ട്. കർമ്മങ്ങൾ എന്തും ചെയ്തു കൊള്ളൂ, പക്ഷേ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഭഗവാനായിട്ട് സങ്കല്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുന്നതായിട്ട് ചെയ്യുക. ഇപ്പോൾ ചെടി കുഴിച്ച് വെക്കുന്ന കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു ചെടി കുഴിച്ച് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഫലമോ അതിൻ്റെ പൂവോ കായോ കണ്ടുകൊണ്ട് ആകരുത്. അത് കണ്ടുകൊണ്ടായാൽ അതില്ലാതെ വരുമ്പോൾ ദുഃഖമാകും. ഇതൊന്നും വേണ്ട. ഈ ചെടി സംരക്ഷിക്കുക, അതിൻ്റെ ഫലം വന്നോട്ടെ, പക്ഷെ അതിനെ സംരക്ഷിക്കേണ്ട രീതിയിൽ അതിനെ എവിടുന്നെങ്കിലും കിട്ടുന്ന അറിവുകൾ വെച്ച് അതിനെ പുഷ്ടിപ്പെടുത്താൻ ഏതൊക്കെ മാർഗമുണ്ടോ അതൊക്കെ സ്വീകരിക്കുക. എന്താ? ഭഗവാനാണത് എന്ന് കരുതുക. ഭഗവാനായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ ചെടി ഭഗവാനാണ്, ഈ ചെടിയെ നന്നായി നോക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതി ചെയ്യുക. എന്ന് ഈശ്വരോന്മുഖമാക്കുക. എന്ത് കാര്യവും ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഓർക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നതും ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദുഃഖമൊന്നുമില്ല എന്ന് ഞാനിപ്പോൾ പറയാം. ഈ ചെയ്യുന്ന പ്രവൃത്തി, കാരണം ഈ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്ന പോലും തെറ്റാ. ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മോക്ഷം ഉണ്ടാകുമെന്ന്. അതും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വന്നു ചേർന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു കർമ്മമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഭഗവാന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഭഗവാന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു നോട്ടം എന്നിലേക്ക് എത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഭാവം വന്നാൽ നിങ്ങളെങ്ങനെ വായിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകും. അതിപ്പോൾ അറിയാമല്ലോ.
ഇപ്പം ഞാൻ ഇത് തന്നെ ഉദാഹരണം നമ്മുടെ ഈ ഈ കാര്യത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ തത്വം ഇവിടെ നമ്മളൊന്ന് ഇതിനകത്തോട്ടൊന്ന് ക്യാരി ഓവർ ചെയ്യുക. ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നു. ശരി, ഞാൻ ഭഗവാനായിക്കൊണ്ടാണ് ഈ ഭാഗവതം പഠിപ്പിക്കുന്നത്, ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നന്നായിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്ലേശങ്ങൾ സഹിച്ചും അത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒന്നും തിരിച്ചാഗ്രഹിക്കരുത്. അവരിൽ നിന്നുള്ള പ്രതികരണം പോലും തിരിച്ചാഗ്രഹിക്കാതെ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ താനേ അതിൻ്റെ പ്രയോജനം കിട്ടിത്തുടങ്ങും. ഇപ്പം ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുമ്പോൾ പഠിപ്പിക്കാനായതുകൊണ്ട് ഈ ഉദാഹരണത്തിനെ ഇച്ചിരി കൂടെ ഇടുങ്ങിയ ചിന്താഗതിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ പറയുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭൂരിപക്ഷം പേരും വൃത്തിയായിട്ട് പഞ്ചമസ്കന്ധം വായിക്കുന്നുണ്ട്. അതൊരു സന്തോഷമുണ്ട്. അത് ശരി. അത് ഞാനത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആ കർമ്മം ചെയ്യാൻ വീണ്ടും വീണ്ടും ഉത്സാഹമുണ്ടാകുക എനിക്ക്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി എന്ന് വന്നപ്പോൾ ഒന്നുകൂടി ഒരു ഉത്സാഹം കൂടുതൽ, ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും രണ്ട് കൂട്ടർക്കും. ഇപ്പോൾ ആ ഇടുങ്ങിയ ചിന്തയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് അത് പറയുക, അത് വേണ്ടതുപോലെ മനസ്സിലാകത്തക്ക രീതിയിൽ പറയുക. അവിടം വരെ ചെയ്താൽ മതി, ബാക്കി നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോൾ ഫലം കണ്ടു തുടങ്ങും. സത്യമല്ലേ? ഫലം കണ്ടു തുടങ്ങി. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്നാന്ന്? അത് എനിക്ക് വാക്യത്തിൽ മനസ്സിലായി കേട്ടോ, ആ ബുദ്ധിയിൽ മനസ്സിലായി. എൻ്റെ പ്രാവർത്തികമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ സാധാരണ ഗൃഹസ്ഥരായ സ്ത്രീകളാണ്. നമുക്കതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് കടന്ന് ചിന്തിക്കാനോ ഒന്നും പറ്റില്ല. ചിന്തിക്കാൻ പറ്റും, ബൗദ്ധികമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നതിലുപരി ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നല്ല. ഹരിയോ തന്മേ ഭവാൻ നരദേവാഭിമാനം മദേന തുച്ഛീകൃതസത്തമസ്യ കൃഷിഷ്ടമൈത്രീദിശമാർത്തബന്ധോ യഥാതരേ സദാവധ്യാനമംഹഃ. വാക്കുകളൊന്ന് നോക്കാം, ഒരെണ്ണം കൂടെ ഉള്ളത് കണ്ട്. തത് ഭവാൻ നരദേവാഭിമാനമദേന, ആ മതം കൊണ്ട് അഭിമാനത്തിൽ ഞാൻ ഒരു നരദേവനാണ്, മനുഷ്യരുടെ രാജാവ് എന്നുള്ള ആ മതമായിട്ട് ജനിച്ച, ആ അഭിമാനം കൊണ്ട് ജനിച്ച ആ മതം, ഉന്മാദമല്ല മതം, അഹങ്കാരം, ഗർവ്, തുച്ഛീകൃത സത്തമസ്യ, ആ സത്തമന്മാരെ വളരെയധികം നിന്ദിച്ചിരിക്കുന്ന എൻ്റെ നേരെ മിത്രദൃഷ്ടിയെ കൃഷിഷ്ഠ ചെയ്യണം. സദവധ്യാസം അവമാനം അവരുടെ മഹാന്മാരായിട്ടുള്ളവരുടെ അവമാനം നിമിത്തമുണ്ടായ പാപത്തെ യഥാതരേ ഏത് വിധം ഞാൻ തരിക്കുമോ, എങ്ങനെ ഞാൻ എടുക്കും, എങ്ങനെ അത് മനസ്സിലാക്കും. അതുകൊണ്ട് അങ്ങ് അരുളി ചെയ്തത് ശരിയല്ല എന്നും എനിക്ക് ശങ്കയുണ്ടായിരിക്കുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാജാവെന്നുള്ള അഭിമാന നിമിത്തം പൂജ്യനായിരിക്കുന്ന അങ്ങയെ ഞാൻ ധിക്കരിച്ചു പ്രവർത്തിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് സജ്ജന നിന്ദരൂപമായ മഹാപാപത്തിൽ നിന്ന് ഞാൻ മുക്തനാകണമെന്നുള്ള കരുണയോടുകൂടി, ഞാനൊരു അഹങ്കാരിയായിപ്പോയി കുറച്ച് നേരത്തേക്ക്, അപ്പോൾ അതിൽ നിന്ന് ഞാൻ മുക്തനാകണം എന്നുള്ള കരുണയോടുകൂടി, അല്ലയോ ദീനബന്ധോ, ആ ദീനന്മാർക്ക് ബന്ധുവായിട്ടുള്ളവനെ, അത് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് ഭരിച്ച അങ്ങാ രീതിയിലാണ് പറയുന്നത്. ഞാൻ കപിലനെ കാണാൻ പോവുകയാണ്, അങ്ങ് അതിലും വലിയ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങ് എന്നെ സ്നേഹഭാവത്തെ വയ്ക്കണം, എന്നോട് വെറുപ്പ് തോന്നരുത്, എന്നോട് സ്നേഹഭാവത്തെ വയ്ക്കണം. തന്മേ ഭവാൻ നരദേവാഭിമാനമദേന തുച്ഛീകൃതസത്തമസ്യ കൃഷിഷ്ടമൈത്രീ ദൃശമാർത്തബന്ധോ യഥാതരേ സദാവധ്യാനമംഹഃ. കേട്ടോ, അവസാനത്തെ വാക്ക് അംഹഃ, പാപത്തെ, പാപം എന്നാണ് അർത്ഥം. അംഹഃ പാപത്തെ. ന വിക്രിയ വിശ്വസുഹൃത് സഖസ്യ
സാമ്യേന വീതാഭിമതേ സ്തവാപി മഹദ്വിമാനാത് സ്വകൃതാദ്ധി മാതൃങ് നക്ഷ്യത്യദൂരാത് അപി ശൂലപാണി ന വിക്രിയ വിശ്വസുഹൃത് സഖസ്യ വീതാഭിമതേ വീതാഭിമതേ ദേഹാഭിമാനമില്ലാത്തവനും വിശ്വസുഹൃത് സഖസ്യ വിശ്വത്തിൻ്റെ സുഹൃത്തും കൂട്ടുകാരനുമായിരിക്കുന്നവനുമായ തവ അങ്ങയ്ക്ക് വിക്രിയ ന അപി ഒരു വികാരവുമില്ലാത്തവൻ ഇല്ലെങ്കിലും സ്വകൃതാത് സ്വന്തം പ്രവൃത്തിയായ മഹത് വിമാനാത് മഹാന്മാരെ അപമാനിക്കൽ നിമിത്തം മഹത് വിമാനാത് ആ മഹത്തുക്കളെ അപമാനം നിമിത്തം മാതൃങ് എന്നെപ്പോലെയുള്ളവർ ശൂലപാണി അപ്പി ശൂലപാണിയായിരിക്കുന്ന മഹാദേവനെ പോലെ സമർത്ഥനാണ് എങ്കിലും അതൂരാത് വേഗത്തിൽ നശിച്ചു പോകും. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മഭാവം നിമിത്തം ശരീരത്തിൽ ഞാനെന്ന് ഉള്ള ഭാവമില്ലാതെയും ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അതിൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന അങ്ങയ്ക്ക് എൻ്റെ ഈ തിരസ്കാര നിമിത്തം ഭാവഭേദം ബാധിച്ചിട്ടൊന്നുമില്ലെങ്കിലും മഹാനായ അങ്ങയെ ഞാൻ അവമാനിച്ചത് എൻ്റെ കർമ്മത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ കർമ്മദോഷം കൊണ്ട് ഞാൻ മഹാദേവനെ പോലെ സമർത്ഥനാണ് എങ്കിൽ കൂടി അധികം കൂടാതെ തന്നെ നശിച്ചു പോകും എന്നിൽ. അതുകൊണ്ട് ദയാദൃഷ്ടിയോടുകൂടി അനുഗ്രഹിക്കണം. അല്ലെ അങ്ങയെപ്പോലെയുള്ളവരെ കുറച്ച് നേരത്തേക്കെങ്കിലും എൻ്റെ ആ ദേഹാഭിമാനം കൊണ്ട് ഞാൻ കളിയാക്കിയതല്ലേ, അതുകൊണ്ട് ഞാൻ നശിച്ചു പോകും. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ആളിൻ്റെ മഹത്വം, ഈ രഘുഗണന്. ഒന്നുകൂടെ വായിക്കാം. തന്മേ ഭവാൻ നരദേവാഭിമാനമതേന തുച്ഛീകൃത സത്തമസ്യ കൃഷിഷ്ട മൈത്രീ ദൃശമാർത്ഥബന്ധോ യഥാതരേ സദാവധ്യാനമംഹ. അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകമാണ് വായിക്കേണ്ടിയിരുന്നത്. ന വിക്രിയാ വിശ്വസുഹൃത് സഖസ്യ സാമ്യേന വീതാഭിമതേ സ്തവാപി മഹദ്വിമാനാത് സ്വകൃതാദ്ധി മാതൃങ് നക്ഷ്യത്യദൂരാത് അപി ശൂലപാണി നക്ഷ്യതി അതിദൂരാത് നക്ഷ്യതി അദൂരാത് അപി. വാക്കൊക്കെ കിട്ടിയില്ലേ? ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ദശമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.